ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇത് കണ്ടോ, ഈ നിൽക്കുന്ന ഒരു ചട്ടിയിൽ എത്ര കളറ് ഫ്ലവറാണ് നിൽക്കുന്നതെന്ന്. ബൊഗെയിൻവില്ല നിറയെ പൂക്കളോട് കൂടിയാണ്. ഇനിയിപ്പോൾ വേനൽക്കാലത്ത് നമുക്കറിയാലോ, എല്ലാവരുടെയും ബൊഗെയിൻവില്ല ഫ്ലവർ ചെയ്യുന്ന സമയമാണ്. ഇത് നല്ല ഡാർക്ക് മെജന്ത, അതിനകത്ത് വൈറ്റ് ഷെയ്ഡോട് കൂടിയ ഫ്ലവറാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്ന് ചോദിച്ചാൽ 100 രൂപ തൊട്ട് ഫ്ലവറോട് കൂടിയ ബൊഗെയിൻവില്ല ചെടി നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ചെടിയിൽ ഏകദേശം ഒരു 10 കളറോളം അവർ ബഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇച്ചിരി വലിയൊരു മദർ പ്ലാന്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വളർത്തിയതിലാണ് പലയിടത്തായിട്ട് പല തരത്തിലുള്ള കളറിലുള്ള ബൊഗെയിൻവില്ല അവർ ബഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് സിംഗിൾ യെല്ലോയാണ്. ഇതൊക്കെ ഒരുപാട് 5 തൊട്ട് 8 വർഷമൊക്കെ പഴക്കമുള്ള ചെടിയാണ്. പക്ഷെ നിറയെ പൂക്കളാണ്. എല്ലാ ചെടിയും വെരിഗേറ്റഡ് ലീഫോട് കൂടിയതുണ്ട്, സാധാരണ സിംഗിൾ കളറായിട്ടുള്ളതുണ്ട്. ഒരു ചെടിയിൽ തന്നെ 10, 12, 15 കളറ് ബഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ബൊഗെയിൻവില്ലാസിലും ഇതേപോലെ ഫ്ലവർ ചെയ്യാൻ, ബൊഗെയിൻവില്ലയിൽ ഫ്ലവർ ഉണ്ടാവാനുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അത് പ്രധാനപ്പെട്ട കാര്യം, വെയിലുള്ള സ്ഥലത്ത് വേണം ബൊഗെയിൻവില്ല വളർത്താൻ. നല്ല വെയിൽ കിട്ടുന്നിടത്ത് അത്രയും പൂക്കളുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും കമ്പ് കോതി കൊടുക്കുക, പ്രൂണിങ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ഈ ബൊഗെയിൻവില്ലയുടെ കമ്പൊക്കെ ഒന്ന് കോതി നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിലാക്കി നിർത്തണം. അതിനുശേഷം അതിൻ്റെ ചെവിട്ടിൽ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കുറച്ച് ജൈവവളം, ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ നിങ്ങൾക്ക് ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ വളം അതിൻ്റെ ചെവിട്ടിലേക്ക് അവൈലബിളായിട്ടുള്ള വളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ NPK ഇതേപോലെ ഒരു 10-12 നണി എടുത്തിട്ട് അതിനെ ഈ ചട്ടിയുടെ ചെവിട്ടിലെ മണ്ണ് മാറ്റിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു 10 ദിവസം കൂടുമ്പോൾ മാത്രം വളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബൊഗെയിൻവില്ല പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇലയിലും പൂവിലും വെള്ളം ഒഴിക്കരുത്. ബൊഗെയിൻവില്ലയുടെ ചെവിട്ടിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. നമ്മൾ ആ പൂവിലേക്കാണ് വെള്ളം സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ആ പൂവ് പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. ഏകദേശം 1 മാസത്തോളം ഈ ഫ്ലവർ ഉണ്ടായാൽ അത് പൊഴിയാതെ നിൽക്കും. ഇപ്പോഴത്തെ എല്ലാം ഹൈബ്രിഡാണ്. നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ ബൊഗെയിൻവില്ലയുടെ അടുത്ത് എല്ലാം പേടിയായിരുന്നു, നിറയെ മുള്ളാണ്. ഇപ്പോൾ ഉള്ള ഹൈബ്രിഡിലൊന്നും മുള്ളില്ല. ഇത് കണ്ടോ, ഈ ഇതിലെ ഇല കാണാത്ത രീതിയിലാണ് ഫ്ലവർ നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലെ ബൊഗെയിൻവില്ലയും ഇതേപോലെ നിറയെ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ബൊഗെയിൻവില്ല ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇത് ചില ചെടിയൊക്കെ കണ്ട് ഞാൻ വട്ടായി നിൽക്കുന്ന അവസ്ഥയിലാണ്. നല്ല മജന്ത കളറ്, ഒരുപാട് കളറിലുള്ള ബൊഗെയിൻവില്ല ചെടികളാണ് അവിടെയുള്ളത്. ഇതിൻ്റെ എല്ലാം തൈ ഇവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ ലേറ്റസ്റ്റായിട്ട് വന്ന ഹൈബ്രിഡിനൊക്കെ 100 രൂപയല്ല, അതിന് വില കൂടുതലുണ്ട്. സാധാരണ ചെടിക്ക്, സാധാരണ ഹൈബ്രിഡ് തന്നെയാണ് 100 രൂപയ്ക്കും ഉള്ളത്. ചില വെറൈറ്റീസിന് മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളതിന് വില കൂടുതലുള്ളൂ. നല്ല രസമല്ലേ, ബൊഗെയിൻവില്ല കാണാൻ എപ്പോഴും ഭംഗിയാണ്. നിറയെ പൂക്കളുണ്ടാവും. നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് വെട്ടിക്കൊടുത്താൽ നിറച്ച് പൂക്കളുണ്ടാവും. ബൊഗെയിൻവില്ല എപ്പോഴും വലിയ ചട്ടിയിൽ വെച്ചാൽ അത്രയും ലൈഫുണ്ട് ഇതിന്. വലിയ ചട്ടിയിൽ നമുക്ക് നടാൻ പറ്റും. ചെറിയ ചട്ടിയിൽ നിന്ന് മാറ്റി ഓരോ വർഷം 2 വർഷം കൂടുമ്പോൾ ഒന്ന് റീപോർട്ടിങ് ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ ചുവട്ടിലത്തെ മണ്ണൊക്കെ മാറ്റിയിട്ട് റീപോർട്ട് ചെയ്യുമ്പം കുറച്ചുകൂടി നല്ല ശക്തിക്ക് ചെടി കിളിച്ച് വരും. വെരിഗേറ്റഡ് ലീഫുള്ള ചെടിയാണെങ്കിൽ ഫ്ലവർ ഇല്ലെങ്കിലും അത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പം ബൊഗെയിൻവില്ല ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രിവാൻഡ്രത്ത് കുഴിപ്പള്ളത്ത് പോയാൽ ഇതേപോലെ തൈകൾ മേടിക്കാൻ കിട്ടും.